الصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين أما بعد رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي فأعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم اقترب للناس حسابهم وهم في غفلة معرضون صدق الله العظيم. وقال النبي صلى الله عليه وسلم نعمتان مغبوب فيهما كثير من الناس الصحة والفراغ كما قال شفيعنا رسول الله صلى الله عليه وسلم. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മൾ നിർവഹിച്ച നമസ്കാരത്തെ പൂർണ്ണമായും സ്വീകരിക്കുമാറാകട്ടെ. നമ്മുടെ ജീവിതത്തിൽ വന്നുപോയ മുഴുവൻ തെറ്റുകുറ്റങ്ങളും അല്ലാഹു സുബ്ഹാനഹു വ തആല വിട്ടുപുറത്ത് മാപ്പാക്കി തന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ. ചെയ്തു പോയ തെറ്റുകൾ തിരിച്ച് പിന്നീട് പുറകിലോട്ട് ജീവിതത്തിൽ മടങ്ങുവാനോ അല്ലെങ്കിൽ അതിനെ പരിഹരിക്കുവാനോ നമുക്ക് സാധ്യമല്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇനിയുള്ള ജീവിതത്തിലെങ്കിലും നന്മകൾ ചെയ്ത് സ്വർഗ്ഗം കരസ്ഥമാക്കാൻ അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രിയപ്പെട്ടവരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ദുനിയാവിൽ എല്ലാ മനുഷ്യർക്കും സമ്പന്നനാണെങ്കിലും ദരിദ്രനാണെങ്കിലും ഏത് വർഗത്തിൽപ്പെട്ട ഏത് ജാതിയിൽപ്പെട്ട ഏത് മനുഷ്യനും അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ദുനിയാവിൽ ഒരേ രീതിയിൽ വീതിച്ചു തന്ന ഒരൊറ്റ സംഭവം മാത്രമേ ഉള്ളൂ. അത് 24 മണിക്കൂർ എന്ന് പറയുന്ന സമയമാണ്. ആ സമയത്തിനെ വേണ്ടുന്ന രീതിയിൽ പ്രയോജനപ്പെടുത്തുന്നവൻ, ചിലർ ദുനിയാവിന്റെ ആഗ്രഹങ്ങൾക്ക് വേണ്ടി മാത്രം അതിനെ ചിലവാക്കും. മറ്റു ചിലർ ദുനിയാവിന്റെയും ആഖിറത്തിന്റെയും കാര്യങ്ങൾക്ക് വേണ്ടി ആ സമയത്തിനെ പ്രയോജനപ്പെടുത്തും. അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു, ദുനിയാവിനോടൊപ്പം ആഖിറത്തിനെയും ഓർത്തുകൊണ്ട് തന്റെ ദുനിയാവിന്റെ ജീവിതത്തിൽ ആഖിറത്തിന് വേണ്ടിയും സമയം കണ്ടെത്തുന്നവനാണ് യഥാർത്ഥ വിജയി എന്ന് ശഫീഉനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, നിഅമതാനി, അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ മനുഷ്യർക്ക് 2 അനുഗ്രഹങ്ങൾ നൽകിയിട്ടുണ്ട്. മഗ്ബൂബൻ ഫീഹിമാ കസീറുൻ മിനൻ നാസ്, ജനങ്ങളിൽ അധികം ആൾക്കാരും ഈ 2 അനുഗ്രഹങ്ങളുടെ പേരിൽ അശ്രദ്ധരാണ്, വഞ്ചിക്കപ്പെട്ടിരിക്കുകയാണ്. അല്ലാഹുവിന്റെ റസൂൽ എണ്ണി പറയുന്നു, ഒന്നാമത്തേത് അസ്സിഹ്ഹത്തു, ആരോഗ്യമാണ്. ആരോഗ്യം എന്ന് പറയുന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു മനുഷ്യനെ ഏറ്റവും നല്ല രീതിയിൽ നൽകിയ ഒരു അനുഗ്രഹമാണ് ആരോഗ്യം എന്ന് പറയുന്നത്. കാരണം ഹിദായത്ത് കഴിഞ്ഞാൽ രണ്ടാമതായി നമ്മൾ ചോദിക്കേണ്ടത് ആരോഗ്യമാണെന്ന് ശഫീഉനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതാണ് നമ്മൾ ഖുനൂത്തിൽ ആദ്യം അല്ലാഹുമ്മ ഹ്ദിനി ഫീമൻ ഹദൈത് വഅഫിനി ഫീമൻ ആഫൈത്, അല്ലാഹുവേ ആരോഗ്യമുള്ളവരിൽ നീ എന്നെ ഉൾപ്പെടുത്തണേ അല്ലാഹ് എന്ന് പറയും. അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു, നീ രോഗിയാകുന്നതിന് മുമ്പ് നിന്റെ ആരോഗ്യത്തിന് നീ പ്രയോജനപ്പെടുത്തണം. ആരോഗ്യമുണ്ടായിരുന്ന സമയത്ത് അല്ലാഹുവിനെ ഓർക്കാതെ കിട്ടുന്നതെല്ലാം നമ്മൾ ഭക്ഷിച്ച് നമ്മുടെ സമയമെല്ലാം മറ്റു കാര്യങ്ങൾക്ക് ചിലവാക്കിയിട്ട് പള്ളിയിൽ നിന്ന് ബാങ്ക് കേട്ടിട്ട് പോലും നമസ്കരിക്കാതെ, റമദാൻ മാസമാണെന്ന് പോലും പറഞ്ഞിട്ട് നോമ്പ് പിടിക്കാതെ, കയ്യിൽ സമ്പത്തുണ്ടായിട്ട് പോലും നമ്മുടെ മുന്നിൽ യാചകരായി വന്നവർക്ക് സക്കാത്തോ സ്വതക്കയോ നൽകാതെ, ഒരു നേരത്തെ ഭക്ഷണത്തിന് വേണ്ടി വകയില്ലാത്തവരാണെന്ന് അറിഞ്ഞിട്ട് പോലും നമ്മൾ അവർക്ക് ഭക്ഷണം വാങ്ങി കൊടുക്കാതെ, നമ്മുടെ അയൽവാസി രോഗിയാണെന്ന്, നമ്മുടെ കുടുംബക്കാര് രോഗിയാണെന്ന് അറിഞ്ഞിട്ട് പോലും അവരെ ചികിത്സിക്കാനുള്ള പരിചരിക്കാനുള്ള സമ്പത്ത് നൽകാതെ ഞാനും നിങ്ങളും നമ്മുടെ ആരോഗ്യത്തെ, നമ്മുടെ ആയുസ്സിനെ അങ്ങനെ വെറുതെ ചിലവഴിച്ചു കൊണ്ടേയിരുന്നു. അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു, നിന്നെ കിടപ്പിലാക്കുന്ന ഒരു സമയം വരും, നീ രോഗിയായി കിടക്കുന്ന ഒരു അവസ്ഥ വരും. നിന്റെ കൺമുന്നിൽ നീ പലതും കണ്ട് അതിനെ കണ്ടില്ല എന്ന് നീ നടിച്ച് ജീവിതം നീ ആസ്വദിച്ചപ്പോൾ അതേ രീതിയിലുള്ള സാഹചര്യങ്ങളും അവസ്ഥകളും അല്ലാഹു നിനക്ക് തന്ന് പരീക്ഷിക്കും. ആ സമയത്ത് നീ ഒന്ന് ചിന്തിച്ചു പോകും, റബ്ബേ ഒന്ന് എഴുന്നേറ്റ് നിൽക്കാൻ എന്നെ കൊണ്ട് സാധിച്ചിരുന്നെങ്കിൽ അല്ലാഹ്, ഒന്ന് നിന്ന് നമസ്കരിക്കാനുള്ള ശരീരത്തിന്റെ
തന്നിരുന്നുവെങ്കിൽ, അല്ലാഹുവേ നീ എനിക്ക് കുറച്ച് സമ്പത്തെങ്കിലും തന്നിരുന്നുവെങ്കിൽ എന്ന് മനുഷ്യൻ അവൻ ആവലാതിയും വേവലാതിയും പറഞ്ഞുകൊണ്ടേയിരിക്കുമെന്ന് ശഫീഉനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു, നീ രോഗിയാവുന്നതിന് മുമ്പ് നിന്റെ ആരോഗ്യത്തിന് നീ പൂർണ്ണമായും പ്രയോജനപ്പെടുത്തണം. നീ ദരിദ്രനാകുന്നതിന് മുമ്പ് നിന്റെ ഐശ്വര്യത്തെയും നീ പ്രയോജനപ്പെടുത്തണം. നിനക്ക് വന്ന് ഭവിക്കാനിരിക്കുന്ന യാഥാർത്ഥ്യമായ ഒരു സത്യം നീ അത് അറിഞ്ഞിട്ടും നീ കണ്ടില്ല എന്ന് നടിക്കുന്ന ഒരൊറ്റ സംഭവമുണ്ട്, മരണം എന്ന് പറയുന്ന യാഥാർത്ഥ്യം. അത് നിന്നെ പിടികൂടുന്നതിന് മുമ്പ് നിന്റെ ജീവിതമാകുന്ന ഈ ഒരു സത്തയിൽ നീ നല്ല രീതിയിൽ അമലുകൾ ചെയ്ത് സമയത്തെ പ്രയോജനപ്പെടുത്തണമെന്ന് ശഫീഉനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു, മനുഷ്യരെല്ലാം ദുനിയാവിന് വേണ്ടി 5 കാര്യങ്ങൾ ഇഷ്ടപ്പെടുന്നു. ആഖിറത്തിനെ മറന്നുകൊണ്ടുള്ള 5 കാര്യങ്ങളിൽ അവർ അശ്രദ്ധരായി കൊണ്ടിരിക്കുന്നു. അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു, ഒന്നാമതായി മനുഷ്യൻ അവന്റെ സൃഷ്ടികളെയാണ് ഇഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. നമ്മൾ നമ്മുടെ മാതാപിതാക്കളെ, നമ്മുടെ ഭാര്യമാരെ, നമ്മുടെ മക്കളെ, നമ്മുടെ കൂട്ടുകാരെ, നമുക്ക് വേണ്ടപ്പെട്ടവരെ നമ്മൾ ഇഷ്ടപ്പെടുന്നു, അവർക്ക് വേണ്ടി എല്ലാം ചെയ്യുന്നു. പക്ഷേ അവനെ ഇഷ്ടപ്പെടുന്നതായ ഒരുവൻ അവനെ സൃഷ്ടിച്ച് അവന് വേണ്ട സുഖ സൗകര്യങ്ങൾ ദുനിയാവിൽ നൽകി അവനെ സ്നേഹിച്ചുകൊണ്ടിരിക്കുന്ന, എന്നെ ഒന്ന് വിളിച്ചാൽ എത്രയോ സ്നേഹം അല്ലാഹു നൽകുമെന്ന്, എന്നെ ഓർക്കുകയാണെങ്കിൽ അവനെ തിരിച്ച് ഞാനും ഓർക്കുമെന്ന് അല്ലാഹു നമ്മളോട് പറയുന്നു. പക്ഷേ നമുക്ക് അല്ലാഹുവിനെ ഓർക്കുവാൻ സമയമില്ല. നിങ്ങൾക്ക് ഞാൻ നൽകിയ അനുഗ്രഹങ്ങൾക്ക് നിങ്ങൾ എനിക്ക് ശുക്ർ ചെയ്താൽ ഞാൻ അത് നിങ്ങൾക്ക് വർദ്ധിപ്പിച്ചു തരുമെന്ന് ശഫീഉനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് കിട്ടുന്ന സമയങ്ങളും നമ്മുടെ ഇപ്പോഴുള്ള ആരോഗ്യവും വേണ്ടുന്ന രീതിയിൽ പ്രയോജനപ്പെടുത്താൻ അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വിശുദ്ധമായ ഖുർആൻ ചോദിക്കുന്നു, യഖ്തറബ ലിന്നാസി ഹിസാബഹും, ജനങ്ങളുടെ വിചാരണ എത്രയോ അടുത്തുകൊണ്ടേയിരിക്കുന്നു. വഹും ഫീ ഗഫ്ലത്തിൻ മുഅ്രിദൂൻ, പക്ഷേ അവർ ആ യാഥാർത്ഥ്യമായ സത്യത്തെ തിരിച്ചറിയാതെ അശ്രദ്ധരായിക്കൊണ്ട് ഈ ദുനിയാവിൽ ജീവിച്ചുകൊണ്ടേയിരിക്കുന്നു. അതുകൊണ്ട് ഇനിയുള്ള ചുരുക്കം ചില ദിവസങ്ങൾ മാത്രമേ അല്ലാഹു ഈ ദുനിയാവിൽ ചെറിയ നന്മകൾക്ക് പോലും വലിയ വലിയ ആയിരക്കണക്കിന് പ്രതിഫലങ്ങൾ നൽകുന്ന, ഇനി നമ്മുടെ ജീവിതത്തിൽ അവശേഷിക്കുന്നത് തുച്ഛമായ ദിവസങ്ങൾ മാത്രമാണ്. പകുതിയോളം ദിവസങ്ങൾ കഴിഞ്ഞു, 17 നോമ്പുകൾ കഴിഞ്ഞു, ഇനി 12 എണ്ണം പോകാൻ വലിയ താമസമൊന്നുമില്ല പ്രിയപ്പെട്ടവരെ. കാരണം കാലത്തിന്റെ സഞ്ചാരം എത്രയോ സ്പീഡിലാണ്, സമയം അതുപോലെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നു. ഇനിയുള്ള ദിവസങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രയോജനപ്പെടുത്താനും ലൈലത്തുൽ ഖദ്റിനെ പ്രതീക്ഷിക്കേണ്ട ദിവസങ്ങളാണ് ഇനിയുള്ളത്. ആ ലൈലത്തുൽ ഖദ്ർ കരസ്ഥമാക്കുന്നവരുടെ കൂട്ടത്തിൽ നാഥനായ റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മേവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ജീവിതത്തിൽ വന്നുപോയ എല്ലാ ദോഷങ്ങളും അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ സുബഹി നമസ്കാരത്തിന്റെ ബറക്കത്ത് കൊണ്ട് അല്ലാഹു പുറത്തു മാപ്പാക്കി തന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുവിന്റെ എല്ലാ അനുഗ്രഹങ്ങളും അല്ലാഹു നമുക്ക് നിലനിർത്തി തന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ. രോഗങ്ങളായാലും ബുദ്ധിമുട്ടുകളാണെങ്കിലും കടങ്ങളാണെങ്കിലും പ്രയാസങ്ങളാണെങ്കിലും അല്ലാഹു സുബ്ഹാനഹു വ തആല അതെല്ലാം മാറ്റി സന്തോഷമുള്ള, സമാധാനമുള്ള, റാഹത്തുള്ള ജീവിതം നയിക്കാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നാം ഓരോരുത്തർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വആഖിറു ദുആഇ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി